വിജയപ്രദമാക്കാം നവംബർ 9 എന്നുള്ളതിലേക്ക് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് വിജയൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നത്, ഇന്നലെ ചങ്ങനാശ്ശേരിയിലെ സുകുമാരൻ നായർക്കെതിരെ ഒരു മാർച്ച് നടന്നത് നിങ്ങൾ എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെനിക്കറിയാം. വലിയ പ്രചരണമായിരുന്നു അതിന് കൊടുത്തിരുന്നതാണ്. ആലുവയിൽ നിന്നുള്ള ഒരു 4-5 കരയോഗക്കാരൊരു ബസ്സിനകത്തുന്നത് ചങ്ങനാശ്ശേരി വന്നൊരു ജാഥ നടത്താനായിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വലിയ അറിയിപ്പുകൾ കൊടുത്തിരുന്നു. ഞാൻ എന്നെ അറിയിച്ചത് കൊണ്ട് എൻ്റെ ചങ്ങനാശ്ശേരിയിലുള്ള എന്നോട് എത്തിച്ചേർന്നത് 2 സമാജ പ്രവർത്തകരെ അവിടെ പറഞ്ഞു. 10:30 മണി വരെ ചങ്ങനാശ്ശേരി പരിസരത്ത് ഒരാൾ പോലും എത്തിച്ചേർന്നു. പക്ഷേ നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ വലിയ ആവേശമാണ് കാണുന്നത്. സുകുമാരൻ നായരെ ഇറക്കണം, സുകുമാരൻ നായരെ അങ്ങനെ ചെയ്യണം, സുകുമാരൻ നായരെ സുജാതയുടെ മുടി വളർത്തണം, കട്ട് ചെയ്തത് തെറ്റാണ്, നായരുടെ വിഷയം എടുത്താണ്, സുരേഷ് കുമാറിൻ്റെ പ്രശ്നം, സുരേഷ് കുമാറിൻ്റെ അന്വേഷണത്തിലേക്ക് പോയി, സുകുമാരൻ നായർ അങ്ങോട്ട് പോയി. ഒരു അപമാനകരമായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരാൾ പോലും ആ 30 പേര് വന്ന് ധൈര്യപൂർവ്വം ജാഥ നടത്താൻ തയ്യാറായപ്പോൾ അവിടെ ചെല്ലാൻ തയ്യാറായി. ഒന്ന് സഹായിക്കാൻ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. കേവലം 30 പേര് 40 ലക്ഷം നായന്മാർ സുകുമാരനെ ഇറക്കാൻ നടക്കുക. ഫേസ്ബുക്ക് ഡിക്ക്, പിന്നെ വേറൊരു സാധനമുണ്ടല്ലോ ഡിക്ക്, 3 ഡിഷും 3 ഡാഷും. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിലർക്കൊക്കെ മനസ്സിലായിക്കൊള്ളുന്നില്ല. ആരെങ്കിലും ഒരാളെ എഴുതി അടിക്കരുത്. പിന്നെ വേണം 2-3 അങ്ങ് അടിച്ചു കളിക്കും. ഇത് ഒരടി നിന്നില്ലെങ്കിൽ 3 അടി അടിക്കാം. അടിച്ചു. ഇങ്ങനെ കഴിഞ്ഞ 55 വർഷമായിട്ട് ഈ നാട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ നശിച്ച് നാണം കെട്ടിരിക്കുന്ന ഒരു സമുദായമായി ആദ്യം സ്വയം നന്നാവും. ഞാൻ സ്വയം നന്നായതിനു ശേഷം ഇവരെ നന്നാക്കി തുടങ്ങി. രാവിലെ ഞാനും എൻ്റെ വീടും വൃത്തിയായിട്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ആദ്യം ഒരു ശുദ്ധിയുമില്ലാതെ ഇങ്ങനെ പറയാൻ കാര്യം എനിക്ക് സങ്കടങ്ങളുണ്ട്. 30 പേര് പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയാണ് ആലുവയിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് ബസ് കയറി ചങ്ങനാശ്ശേരി വീഴും. അവരെ തടയാനായിട്ട് 2-3 പേര് ചെന്നത് ശിവപ്രസാദ് സിംഗ് വേഷം എന്നാലും ഞാനിപ്പോൾ പറയാം. ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ എന്ന് പറഞ്ഞ 3 കോൺഗ്രസ്സുകാരാണ്. എൻ്റെ വീഡിയോ ഉണ്ടോ നമ്മുടെ കയ്യിൽ? എന്താണ് ഇത്രയും നാൾ വീശി കൊടുത്തതിനുള്ള സുകുമാരൻ വീശുമായിരുന്നല്ലോ. ഇങ്ങനെ ഏതാ ആർക്കാ വീശുന്നേ? കേരളത്തിൽ ഒരു പാർട്ടിക്ക് വീശു. പാർട്ടിക്ക് വീശുവാന്നുള്ള, നായർക്ക് വീശത്തില്ല. നായർ വിയർത്ത് കുളിച്ച് അവൻ കഷ്ടപ്പെടുന്ന സമയത്ത് അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരിക്കലും തനിക്ക് വീശുന്ന ആളുകൾക്ക് മാത്രം വീശി കൊടുക്കും. അത് PJ കുര്യന് വേണമെങ്കിലും വീശി കൊടുക്കും. ഞാനത് പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കേരളത്തിൽ എത്രയോ നായർ സമുദായങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. എത്രയോ ഉയർന്ന സ്ഥലത്തുള്ള ആൾക്കാർ നമ്മുടെ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി സഹായിച്ചിട്ടുണ്ടോ? ജനറൽ സെക്രട്ടറി സഹായിച്ചിട്ടുള്ള ആരെയാണ്? കുര്യനച്ഛനെ കുറിച്ച് അകത്തിരിച്ചിട്ട് വന്നു. ഇങ്ങനെ അനാവശ്യത്തിന് ഒന്നിനും പോകുന്ന ആളല്ല. വർഷങ്ങൾക്കൊന്നും ഓർമ്മയില്ല. ഇനി ഓർമ്മിക്കുവാണ് ഭഗവാനെ. ഓരോന്നോരോന്ന് ഓർമ്മിപ്പിക്കുക. മെനഞ്ഞാന്നൊരു നായര് കേട്ട തന്തയ്ക്ക് വിളി നിങ്ങൾക്കറിയാം. നമുക്ക് ഭയങ്കര പ്രൗഢിയുള്ളൊരു നായര്. പത്രമൊക്കെ വായിക്കണം. നമ്മുടെ ആളുകൾ ഈ പൊതു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. മെനഞ്ഞാന്ന് കൊട്ടാരക്കരയിൽ ഇങ്ങനെ വീമ്പിളക്കുന്ന ഒരു നായരുണ്ട്, ഗണേശ നായർ. എന്താ നമ്മുടെ വെള്ളാപ്പച്ചേട്ടൻ പറഞ്ഞത്? എടാ നീ നിന്റെ തന്തയ്ക്ക് വാദം വരുന്നവനല്ലോടാ. താലൂക്ക് യൂണിയൻ പ്രസിഡന്റാ. പിന്നൊരു സ്ഥാനമുണ്ട്, ഡയറക്ടർ ബോർഡാണ്. ഇതിൻ്റെ NSSന്റെ കേട്ടില്ലേ നിങ്ങൾ? വെള്ളാപ്പച്ചേട്ടൻ്റെ പ്രസ്താവന എത്ര പേര് കേട്ടില്ലാത്ത? എന്താ പറഞ്ഞേ? എടാ നീ തന്തയ്ക്കും പോട്ട്. അയാൾ ഇച്ചിരി കുഴപ്പമില്ല നമുക്കറിയാം. കാരണം ദിൽവാസൻ അന്വേഷിച്ചാണ്. ആ പാവപ്പെട്ട അമ്മയും കൂടെ പറഞ്ഞു, ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഇവന്മാരാരെങ്കിലും ഒരു അക്ഷരം മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ഇവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ? നായന്മാരുടെ കൂട്ടത്തിൽ പറ്റത്തില്ല. നായർ എന്ന് പറഞ്ഞാൽ എന്താണ്? നായർ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവരാണ്, നേതാവാണ്. സ്വന്തമായിട്ട് കേരളത്തിൽ പട്ടാളം ഉണ്ടായിരുന്നു. അറിയാമോ? പഠിച്ചിട്ടുണ്ടോ? കുറച്ചാൾ വന്നിട്ടുണ്ടല്ലോ. എന്താണ് നായന്മാർക്ക് പട്ടാളം ഉണ്ടായിരുന്നുള്ള അറിയാമോ? ഏതെങ്കിലും കരയോഗത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ?
നായർ പട്ടാളം, രാജ്യം കാത്ത പട്ടാളക്കാർ. വേണാടിനെയും കൊച്ചിയെയും ഒക്കെ ചട്ടലമ്പത്തനൊക്കെ ആരായിരുന്നു? നായർ വിഭാഗം. അങ്ങനെ സ്വന്തമായിട്ട് പട്ടാളക്കാരുണ്ടായിരുന്ന, സേനയുണ്ടായിരുന്ന കേരളത്തിന്റെ നായകന്മാർ. കേരളത്തിൽ ആദിമ ജനത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ അവകാശികൾ. ആരാ പുസ്തകം എഴുതിയത്? ചട്ടമ്പി സ്വാമികൾ എഴുതിയൊരു പുസ്തകമുണ്ട്, പ്രാചീന മലയാളം. എന്താണ് ഇങ്ങനെയൊക്കെ എനിക്ക് അച്ചടി ഭാഷ മാറ്റിമാർക്കൊന്നും മനസ്സിലാവില്ല, എല്ലാവരും പോകും. മനസ്സിലാവണം. പ്രാചീന മലയാളം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി ഇതിന്റെ അവകാശികൾ, ഇവിടുത്തെ പ്രാചീന മനുഷ്യർ നായന്മാരാണ്. ഇനിയാണ് രസകരമായ സംഭവം. ആ സമുദായത്തിന്റെ ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്കറിയാമോ? പിച്ചച്ചട്ടിയായിട്ട് നിങ്ങൾ സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ ചെന്ന് കാത്തു നിൽക്കും ഞങ്ങൾക്കൂടെ തരാൻ. അപ്പൊ കൊസാങ്കോയിൽ കോങ്കോയിൽ അഭയാർത്ഥികളുടെ അടുത്ത് പറയുന്നത്, ആ ചട്ടി തട്ടിക്കളയുന്ന സർക്കാർ. ആരാ ചട്ടി തട്ടിക്കളഞ്ഞത്? മോളൊക്കെ പഠിക്കുന്നില്ലേ? ആരാ തട്ടിക്കളഞ്ഞത്? നിങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ. അതാരാണ്? CPI എന്ന് പറയുന്ന ഒരു പാർട്ടി, കൊച്ചു പാർട്ടിയാണ്. പക്ഷെ അവര് ആശയം കൊണ്ട് വലിയ പാർട്ടിയാണ്. ഒരിക്കട്ടെ, അവരെന്താ പറഞ്ഞേ? മുൻ മന്ത്രി എന്താ പറഞ്ഞേ? സുനിൽകുമാർ എന്താ പറഞ്ഞത്? 2 മാസം മുമ്പ് ചണ്ഡീഗഡിൽ പോയിട്ട് ഒരു പ്രമേയം അവർ പാസ്സാക്കി. എന്താ പ്രമേയം പറഞ്ഞേ? ഈ മോള് അപേക്ഷ കൊണ്ട് കൊടുക്കുമ്പം ആ 10% ഇവിടെ ഉൾപ്പെടുത്താൻ പാടില്ല. 10% കൊടുക്കാൻ പാടില്ല. 10% ആർക്കുള്ളതാണ്? 186 സമുദായങ്ങൾക്ക് 10% കൊടുത്തപ്പോൾ കൊടുക്കാൻ പാടില്ല. ഈ അനീതിക്കെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നേതാക്കന്മാരല്ലേ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഞാനിത് പറയുന്നത് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഉദാഹരണ സഹിതം. അങ്ങനെ ചില സാറന്മാർ ക്ലാസ് എടുക്കുന്നത്, ആ സാറ് പഠിപ്പിക്കാൻ നല്ലപോലെ മനസ്സിലായി. ചില സാറന്മാർ വന്നത് ഉണങ്ങിത്തേയുള്ളൂ. നമ്മൾ പണ്ട് സ്കൂൾ എക്കണോമിക്സ് ഒക്കെ പണ്ട് പഠിപ്പിക്കാൻ വരുമ്പോൾ സാറെന്തോ നമുക്കും അറിയത്തില്ല. ഇക്വിലിബ്രിയം എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇക്വിലിബ്രിയം എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഇയാളെങ്ങനെയും ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പം വെറുതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു 15 മിനിറ്റ് സംസാരിച്ചാൽ, 20 മിനിറ്റ് സംസാരിച്ചാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും. ചില സാധാരണമാർ വന്ന് 10 മിനിറ്റ് ക്ലാസ് എടുത്താൽ. അതുകൊണ്ട് നായർ സമുദായങ്ങളെല്ലാം അധ്യാപകരാകണം, ശക്തരെ പഠിപ്പിക്കണം. ഇവിടെ പുതിയ സമാജത്തിലെ കുറച്ച് അംഗങ്ങൾ വെച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശമൊക്കെ ഇതറിയാം. ഇന്നും ഒരു ഡയറക്ടർ ബോർഡ് അങ്ങ് 5 ലക്ഷം രൂപ എടുത്ത് എവിടുന്നോ എടുത്ത് കടവും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന ആരാലും ഒന്ന് എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരുമോ, ഇതൊന്ന് വെച്ചോളൂ, തൽക്കാലം എത്രയുള്ളത് മനസ്സിലായില്ലേ ഈ പ്രസ്ഥാനം എങ്ങനെ പോണേന്ന്? ഇത് നായർ ഉയരാണ്, ഇത് ഉദിച്ചുയരുവാണ്. അത് ഉദിച്ചുയരുന്നതിൻ്റെ തെളിവാണ് ഇന്ന് ലോകത്തുള്ള 40 ലക്ഷം നായന്മാരുടെ പ്രതീക്ഷയായിട്ടാണ് ഈ സംഘടന നിൽക്കുന്നത്. നോക്കൂ, ഒരു വീടിന്റെ മുന്നിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി. അവൻ എവിടെ ഇരിക്കുന്നേ? സാധാരണ നായന്മാർ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീശിക്കൊണ്ട് തോർത്തൊക്കെട്ടിട്ട് മുമ്പി വരും. ഞാൻ 1000 രൂപ ഇങ്ങനെ പിന്നെ ഇട്ട് ഞാൻ നിൽക്കാനവനാണോ? ഇങ്ങനെ നിൽക്കും, കൈ ഇങ്ങനെ കാലിങ്ങനെ മീശ മറ്റെടുത്തോട്ട് വന്നു. ഇത് വൃത്തിയായിട്ടൊക്കെ വെട്ടി 10-65 വയസ്സുണ്ട്. എന്നാലും കണ്ട ചെറുപ്പക്കാരനെ പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആണിത് എന്ന് എന്നോട് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 73 വയസ്സ്. അത് പറഞ്ഞാൽ അത്ര ചെറുപ്പമാക്കാതെ ഒരു അധ്യാപകനാണ്. ഞാനീ പറഞ്ഞത് ഞങ്ങളിവിടെ NSSന്റെ പ്രവർത്തനത്തിൽ ബദൽ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല. NSSനെ ഞങ്ങൾ സംസാരിക്കാറില്ല. എൻ്റെ സഹപ്രവർത്തകർക്ക് എന്നെ കാണാൻ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്താ ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നത്. അവർക്ക് ഞങ്ങളൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരിക്കലും അവരെ നിഷേധിക്കുന്നില്ല. ഞങ്ങളുടെ സമുദായത്തെ വൃത്തിയായിട്ട് ഞങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു തരുന്ന ഒരു വിഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയും അതിൻ്റെ കരയോഗ പ്രസിഡന്റിനെയൊക്കെ കാണാറുള്ളത്. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ ഒത്തുകളെ വിളിച്ച് അറിയിച്ചാൽ അവർ വന്ന് വൃത്തിയായിട്ട് ചെയ്ത് ഉള്ള ചില്ലറ വാങ്ങി പോകുന്ന ഒരു വിഭാഗം. അതൊരിക്കലും ഞങ്ങൾ അവരെ ആക്ഷേപിക്കുന്നില്ല. മനസ്സിലായില്ലേ പറഞ്ഞു? അവർ വളരെ അന്തസ്സുള്ളവരാണ്. 100 വർഷമായിട്ട് അവരുടെ തലമുറകളായിട്ട് അവരുടെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യം വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതിനാണ് ഒരു സംഘടന. ഒരു സംഘടന എന്തിനാണ് വേണ്ടേ?
സമൂഹത്തിന് അവന് വഴികാട്ടിയാൻ, അവൻ തളരുമ്പോൾ താങ്ങാൻ അതെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സമുദായങ്ങൾ വീണ സമയത്തൊക്കെ അവന് വേണ്ടുന്ന മുഴുവൻ സഹായങ്ങൾ രാജ്യത്തെ വ്യവസായികളെ ഉൾപ്പെടെ ഇതിന്റെ ആരംഭം മുതൽ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊരു മഹാപ്രസ്ഥാനമാണ്. നോക്കൂ, ഈ സമ്മേളനത്തിൽ ഒരു വിശിഷ്ടാദ്യം ഉണ്ടാകും. നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു നേതാവിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പ്രസ്ഥാനം നവംബർ 9 ഉയർത്തപ്പെടുന്നത്. ഞാനത് പറയട്ടെ, അത് ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ വകയാണ്, അത് എൻ്റെ വകയായിട്ട് നായന്മാർക്ക് അങ്ങനെ സ്വഭാവമാണ്. ഞങ്ങളുടെ ഈ മലയാള സുപ്രധാനമുള്ള കുതിരയെടുപ്പ് പാവപ്പെട്ട 4 എണ്ണത്തിന് തോളയിരിക്കും ചട്ടം. അറിയാമല്ലോ, കുതിര അറിയൂടെ? ഇത് ചട്ടം 4-5 എണ്ണത്തിന് പോലെ അടുത്ത് നിന്നിട്ട് തള്ളടാന്ന് പറയുന്നത്. ഇവന് വല്ല നഷ്ടമുണ്ടോ? തെള്ളിക്കോടാന്ന് പറയുന്നത്. എല്ലാം തോള് വീണ് കിടക്കുക, താഴെ വീണവൻ ഒരു പരുവത്തിലിങ്ങനെ ഇരിക്കും. അപ്പം സൈഡിൽ നിന്നത് കൊള്ളാം. ഇതിന് പറ്റത്തില്ല, ചട്ടം തോളയിലേക്കണം. ഏതാ ഇന്നത്തെ ഡയറക്ടർ ബോർഡിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഞങ്ങളുടെ ഇന്നലെ വൈകിട്ടോട് അടിയന്തര മീറ്റിംഗ് ഉണ്ടായിരുന്നു 15 പേരുണ്ടാക്കി. അപ്പൊ ഞങ്ങൾക്ക് ഇതിന് 10-25-50 ലക്ഷം രൂപ വേണം. ഞങ്ങൾ പറഞ്ഞത് 25 പേര് കൂടെ ചേർന്നത് ഉണ്ടാക്കണം. ചിലരൊക്കെ ഇനി എരിയൊക്കെ ഉണ്ട്, വിരിഞ്ഞ് അങ്ങ് പോത്തതേയുള്ളൂ. എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ 0 ബാലൻസിൽ തുടങ്ങിയത് 2011 സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എടുക്കുമ്പോൾ 10,000 കോടിയുടെ ആസ്തി. എത്രയാണ്? 2011 ഞാൻ ഗുരുവായൂർ 2011 ചെന്നിട്ടാണ് ഈ സംഘടനയെ പരിചയപ്പെടുന്നത്, ഇത് ഏറ്റെടുക്കുന്നത്. അന്ന് അഡ്വക്കേറ്റ് ബാബയുടെ ഒരു കവർ ഇരിപ്പുണ്ട്. അന്നേ അവരെല്ലാം അവിടെ കൊണ്ടുവന്നതായിരുന്നു. എന്ത് കവറാ? തുണി കൊണ്ട് നടക്കുന്ന കവർ. അറിയൂടെ? അതിനകത്തൊരു ബുക്കുണ്ട്, ഒരു 200 പേരെഴുതി ഒപ്പിടുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു. ഇതിന് തർക്കമൊന്നുമില്ലല്ലോ. മധുവിനും ഉണ്ണിത്താനും അന്ന് ഈ സംഘടനയുടെ മൊത്തം ആസ്തി ഒരു 200 പേജിന്റെ ബുക്കായി. ഇന്ന് എത്ര സ്ഥാപനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് കോടികളുടെ ഇതുണ്ടായിരുന്നു. ഇന്നലെയും അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് 2025 ഈ പ്രസ്ഥാനം മാറി. 13 വർഷം സുകുമാരൻ നായർ NSS പ്രവർത്തിച്ചപ്പോൾ എന്തായി മാറി? എന്തായി നായർ സമുദായത്തിൽ പറയൂ? ഇറങ്ങിപ്പോടാൻ മാറി ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. കരുവക്കാരൻ ബോർഡ് ഞങ്ങളല്ല, ഇറങ്ങിപ്പോട അല്ലേ? അങ്ങനല്ലേ കേരളത്തിലൂടെ കരയോക്കാരൻ ബോർഡ് ഇറങ്ങിപ്പോടാൻ മാറി. പിന്നെ സുകുമാര ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കരയോക്കാർ വീട്ടുകാർ ബോർഡ് അച്ഛൻ ഇറങ്ങി മാറി. ഇവിടെയോ 10,000 ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ ഏറി വരുന്നു. അന്ന് പറഞ്ഞു ഇതങ്ങ് ഒന്നും ആകത്തില്ലെന്ന്. ഇതെന്തായിട്ടുണ്ടെന്നുള്ളത് ഇത് നിങ്ങൾക്കറിയാം. ഞങ്ങളെന്ന് പറയുന്നതിന്റെ തെറ്റാണ്. ഇത് ഈ മണ്ണ് ഞങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഞങ്ങൾ ഇതിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ മണ്ണിൽ കയറുന്നതുകൊണ്ട് എല്ലാം സ്വന്തമായിട്ടുണ്ട് അല്ലേ? ഇവിടെ ആരുടെയെങ്കിലും പേരൊക്കെ വെച്ച് നിങ്ങളിവിടെ എല്ലാം നോക്കാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ മണ്ഡപം. ആരുടെയെങ്കിലും പേര് ഉദ്ഘാടകൻ കല്ലിട്ട ആളെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇവിടെ കാണത്തില്ല. ഇത് ഒരു ബോർഡ് വിദ്യാധിരാജപുരമാണ്. ഇത് ഈ സമുദായത്തിന്റെ സ്വന്തമാണ്. ചങ്ങനാശ്ശേരിയിലെ മന്ന സമാധി പുഷ്പാർച്ചന നടത്തണമെങ്കിൽ 3 മാസം മുമ്പ് എഴുത്ത് കൊടുക്കണം. ഇപ്പൊ ഇത് നോക്കും, ഇതിന് പറ്റിയ ആളാകും, അമ്മക്ക് പറ്റിയ ആളാകും. ഇല്ല, പുഷ്പാർച്ചന. എന്താ ഇത്? ഞാൻ കഴിഞ്ഞ യോഗത്തിൽ ഗാന്ധിഘട്ടില്, നമ്മളൊക്കെ ഡൽഹി പോകാറുള്ളവരാണ്. ഗാന്ധിജിയെ സംസ്കരിച്ച സ്ഥലമുണ്ട്, ഓപ്പൺ പ്ലേസ് ആണ്. അവിടെയൊക്കെ ആളുകൾ ഇന്ന് പുഷ്പങ്ങളിട്ട് അവിടെ നിന്ന് തൊഴുത് ഫോട്ടോ എടുത്തുണ്ട്. ചങ്ങനാശ്ശേരി ചെന്ന് മന്നത്ത് പത്മനാഭനെ ചന്ദനത്തടിയിൽ ദഹിപ്പിച്ച ആ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ആ ക്ഷേത്രത്തിൽ, ആ മണ്ഡപത്തിൽ നമുക്ക് കയറണമെങ്കിൽ മന്നത്ത് പത്മനാഭന്റെ കൊച്ചുമകനായ മരിച്ചുപോയ അടുത്ത കാലത്ത് മരിച്ചുപോയ ബാലശങ്കർ മന്നത്തിനെ പോലും അനുവദിച്ചില്ല. ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ കൊച്ചുപുത്രനായ ബാലശങ്കർ മരിച്ചുപോയി അടുത്ത കാലത്ത്. ഇപ്പൊ എന്താ ഈ സംഘടന? അപ്പൊ നമ്മുടെ നേതാക്കന്മാർ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഗമത്തിന് ഈ സാഹചര്യം നോക്കി ഞങ്ങൾ ഈ സംഗമത്തിൽ ഒരു പേരിട്ടു. എന്താണ് അത്? നിങ്ങൾ ഉൾക്കൊള്ളണം. അതിനാണ് ഞങ്ങൾ വിളിച്ചത് നായർ നേതൃ സംഗമമാണ്. ഞങ്ങൾക്കിവിടെ വരുന്നവരെല്ലാം നേതാക്കന്മാരാണ്. അവരോരോരുത്തരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും ഈ സമൂഹത്തിലുണ്ടാകുന്ന വലിയ മാറ്റം. നമുക്ക് തിരിച്ചു നായർ സമുദായം വിവസ്ത്രരായി റോഡിന് നടുക്ക് നിൽക്കുവാണ് ഈ പ്രകടനം കൂടെ വന്നതിന് ശേഷം. ഈ ശബരിമല പമ്പയായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കും, 1000 കണക്കിന് കേസുകൾ. ഒരു കേസ് ഉണ്ടായാൽ നമുക്ക് കോടതി ചെന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്.
200 കേസ് 300 കേസുകളാണ് ഫേസ് ചെയ്യുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും മുഖ്യമന്ത്രി യോഗം നടത്തി. എന്തിനാണ്? ഞങ്ങൾ സ്ത്രീകളെ കേൾക്കുമെന്ന് പറഞ്ഞു. ഓടിച്ചാടി യോഗം നടത്തി. അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പം നിന്ന് കൊടുക്കുന്ന ഒരാൾ നമ്മളിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആരാണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ദൈവവിശ്വാസി, മറ്റേ കമ്മ്യൂണിസ്റ്റ് വിശ്വാസി. എന്താ അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഘടകം? എന്താ അവർ തമ്മിൽ ഒരുമിച്ചാണ് നടക്കുന്നത്? എന്താ കാര്യം? നമ്മൾ അനിയൻ പറയുന്നത് നമ്മൾ ചേട്ടനും അനിയൻ. പഴയ സിനിമയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ അനിയൻ ഭാവി ചേട്ടൻ ഭാവി. പമ്പയിലെ സമ്മേളനം കഴിഞ്ഞിട്ട് എന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? എൻ്റെ അനിയൻ അയ്യപ്പനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. ഇല്ലേ? ആ കുട്ടിയെ വിഗ്രഹം വെച്ചിട്ട് പറഞ്ഞു എൻ്റെ അനിയൻ അയ്യപ്പനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടെന്ന്. അപ്പൊ പച്ചയ്ക്ക് നമ്മളെ പറ്റിക്കുകയാണ്. പച്ചയ്ക്ക് നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആളുകൾ കടുത്ത രാഷ്ട്രീയ വിശ്വാസികളാണ്. നമ്മുടെ ആളുകൾ കടുത്ത രാഷ്ട്രീയ വിശ്വാസികളാണ്. നമ്മുടെ ആൾ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തൊരു ഡയറക്ടർ കൂടെ അങ്ങോട്ട് ഞങ്ങളുടെ അത് ആരോഗ്യത്തോട് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു നമ്മൾ കടുത്ത നമ്മുടെ വിശ്വാസികളായിരിക്കും. അതിനെപ്പറ്റി ഞങ്ങൾക്ക് തർക്കം വന്നു. നമുക്ക് അന്ധമായിട്ട് നമ്മുടെ നേതാക്കൾ മറ്റുള്ള നേതാക്കൾ ആരാധന കാണണം. എന്തിനാണ് അങ്ങനെ അന്ധമായിട്ട് ആരാധിക്കുന്നത്? നമുക്ക് വഴിവിട്ടൊരു കാര്യം ചെയ്തെന്ന് അയാൾ നല്ല നേതാവാണോ? അങ്ങനെയാണ് നമ്മുടെ ധാരണ. വഴിവിട്ട് ചെയ്ത് എന്നാൽ നല്ല നേതാവ് ഒരിക്കലുമല്ല. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സംഘടന വലുതാവുകയാണ്, ഈ സംഘടന ലോകത്ത് മുഴുവൻ പ്രചരിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് അതിൻ്റെതായ വിലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം നമ്മളെ കാണാൻ പലരും വരും, ഓഫറുകളുമായിട്ട് വരും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് 1 സെന്റ് ഭൂമിയില്ലാത്ത അന്യ വീടുകളിൽ ജോലിക്ക് പോകുന്ന സരസ്വതി അമ്മയുടെ മുഖമായിരിക്കണം ഉണ്ടാകേണ്ടത്. എൻ്റെ 3 ഡയറക്ടർ ബോർഡുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ അതാ പറഞ്ഞത്. എന്നെ ഇവിടെ വരെ എത്തിച്ചതും ആ സമുദായത്തോടുള്ള സ്നേഹം മാത്രം. എന്നെ ഞാനാക്കിയതും ഈ സമുദായം തന്നെ. ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ, ഇല്ലെങ്കിൽ എൻ്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും ഈ സുകുമാരൻ്റെ അരിയായിട്ട് നടക്കുന്ന ഒരു നാണം കെട്ട സ്ഥിതി ആത്മാഭിമാനം നഷ്ടപ്പെടത്തില്ലേ? 2014 ആയിരക്കണക്കിന് വനിതകൾ, ഏതാണ്ട് 4000-ഓളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ പ്രകടനം നടത്തിയാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് തുടക്കം കൊടുക്കുന്നത്. 2014 സുജാത വന്നിട്ടുണ്ടോ ഇവിടെ? ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് സുജാത. വന്നിട്ടുണ്ട്. വിജയലക്ഷ്മിനെ വിട്ടുകൊടുക്കത്തില്ലോ. അതാണല്ലോ നമ്മുടെ നായന്മാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ചേട്ടൻ പറയുന്നത് മേളിൽ കയറി തൂത്തുകളയെന്നൊക്കെ പറഞ്ഞു. ഈ അച്ഛന്മാരെ ഉദ്ദേശിക്കുന്ന ആരും യഥാർത്ഥത്തിൽ വേറെ സമുദായക്കാരല്ല. ഈ നായന്മാരുടെ ഒരു ഭാഷയാണ് ഇല്ലേ? ഈ സ്വാഭാവികം നമ്മൾ 2014 അതിശക്തമായ പ്രകടനം. ഒരു ഗുണ്ടയും ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ കണ്ടില്ല. ഒരു ഗുണ്ടയും ഞങ്ങൾ കണ്ടില്ല. അന്തസ്സായിട്ട് ഗൗരവം. ഇന്നിപ്പോൾ 25-ാം തീയതി വാർഷികം വരുവാണ്, ഈ ഒക്ടോബർ 25. അഡ്വക്കേറ്റ് ഭാവനയാണെന്ന് വനിതാ സമാജത്തിന്റെ സെക്രട്ടറി. എന്തുവാന്ന് ഭാവനയ്ക്ക് എന്ന് അറിയത്തില്ല. ഈ വനിതാ സമാജം എന്താണെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടൊരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുവാണ്. ഇന്ന് നോക്കൂ, ഇന്ന് അവർ 3 ദിവസമായിട്ട് മന്നത്തോടെ അവരുടെ ജീവിത സ്മരണകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും അത് വായിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഡിക്ഷണറി തന്നെയാണ് അദ്ദേഹം അനുഭവിച്ച ത്യാഗം. കറുകച്ചാലിൽ സ്കൂളുണ്ടാക്കാൻ അദ്ദേഹം നടന്നലഞ്ഞത്. ഈ നടക്കുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോഴ് എത്ര കിലോമീറ്ററാണ് ചങ്ങനാശ്ശേരി കറുകച്ചാലിൽ വരെ പോകേണ്ടത്? ആ കാട്ടിനകത്തൂടെ മലയ്ക്കകത്തൂടെ നടന്ന് വന്ന് നിങ്ങൾക്ക് മന്നത്തോണ്ടാകുന്ന ഒരു സംഭവമല്ലോ. ഒരു സ്കൂൾ തുടങ്ങി കറുകച്ചാലിൽ. ആ സ്കൂൾ തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സ്കൂൾ ഇൻസ്പെക്ടർ അന്വേഷിക്കാൻ വരും. അപ്പം ഇദ്ദേഹം എഴുതി വിട്ടേക്കുന്നത് മുഴുവൻ എന്താണ്? സ്കൂൾ ഇവിടെ റെഡിയാണ്, അപ്ലിക്കേഷൻ കിട്ടണം, എല്ലാ പേപ്പറുകളെല്ലാം റെഡിയാണ്, ക്ലാസ് റൂം ശരിയാണ്, എല്ലാം റെഡിയാണ് എഴുതി വിട്ടേക്കും. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ വണ്ടിയൊന്നുള്ളതല്ല. സ്കൂൾ ഇൻസ്പെക്ടർ അന്വേഷിക്കാൻ പറ്റും. നമ്മുടെ പ്രിൻസിപ്പാള് മന്നത്തോന്നാമിൻ്റെ കൂടെ ഒരാളാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ അറിയപ്പെട്ട കേളപ്പൻ, കേളപ്പൻ. അദ്ദേഹമാണ് സ്കൂൾ ഇൻസ്പെക്ടർ, സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ. അപ്പോൾ അദ്ദേഹത്തിനാകെ വിപ്ലവമായി. നാളെ ആര് വരും? സ്കൂൾ ഇൻസ്പെക്ടർ വരും തിരുവനന്തപുരത്ത് നിന്ന്, അപ്ലിക്കേഷൻ കൊടുക്കാനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാകെ വിപ്ലവം. ഇവിടെ ഒന്നുമില്ല, എല്ലാം ഉണ്ടെന്നാണ് ആസ് പെർ റെക്കോർഡ്. കാശില്ല, കെട്ടിടമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടെന്നാണ്. എല്ലാം ഉള്ളത് വെച്ച് ഒപ്പിച്ചുകൊണ്ട് പോവുകയാണ്.
തലേന്ന് ലീവ് കൊടുത്തുകൊണ്ടങ്ങ് പോയി. ആര്? മഹാനായ കേളപ്പച്ചി. രാവിലെ സ്കൂളിൽ ഇൻസ്പെക്ടർ വന്നു. അയാളൊരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ളതാണ്. വന്നു, കാര്യങ്ങളൊക്കെ വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി ബോധ്യപ്പെട്ടിട്ട്, ഉദ്ദേശശുദ്ധി ബോധ്യപ്പെട്ടിട്ട് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് മറ്റദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച ത്യാഗം മറ്റൊന്ന് നിങ്ങൾക്കറിയാം. കറുകച്ചാലിൽ സ്കൂൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്നത്തെ കൂലി കൊടുക്കാനായിട്ട് കിലോമീറ്ററുകളോളം ദൂരം നടന്നുപോയി. സന്ധ്യ വരെ ഒരു പൈസയും കിട്ടിയില്ല. സന്ധ്യയ്ക്ക് അദ്ദേഹം ഒരു വീട്ടിൽ കയറി ചെന്നു. നമ്മളുടെ അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അതിനകത്ത് രേഖപ്പെടുത്തി. ആ വീട്ടിൽ കയറി ചെന്നു. കുടുംബിനി മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹം വെളിയിൽ എവിടെ പോയിരിക്കുക, ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ആ വരാൻ്റെ കയറിയിട്ട് പറഞ്ഞു, ഇച്ചിരി കഞ്ഞിവെള്ളം തരുമോ? എന്താ ചോദിച്ചാൽ ഇതൊക്കെ ഇപ്പം ഈ നേതാക്കന്മാരെ നമ്മൾ പറഞ്ഞു കഞ്ഞിവെള്ളം തരുമോ? അവർക്കറിയത്തില്ല ഈ വന്നത് മന്നത്ത് പത്മനാഭപുരയാണെന്ന്. അവർ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. പക്ഷെ ആ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ അതിനകത്ത് 4 വറ്റുകൂടി ഉണ്ടായിരുന്നു. ഏതാ വറ്റെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? 4 ആർത്തിയോടുകൂടി ഞാനത് കോരി കഴിച്ചെന്ന് മന്ന് എഴുതി വെച്ചേക്കുക. ഇപ്പോഴത്തെ ഈ അഭിമാനികളായ ഈ നെഞ്ചത്ത് കയ്യൊക്കെ വെച്ച് കിടക്കുന്ന നായന്മാരെ നമ്മൾ കാണുമല്ലോ. 4 വറ്റുകൂടി ഉണ്ടായിരുന്നെന്ന് അതുകൊണ്ടൊക്കെ കഴിച്ചു വെച്ചിട്ട് അദ്ദേഹം വരാന്തിയിൽ നെടുനീളത്തിലാണ് കിടന്നു. 7-7:30 മണിയായപ്പോൾ അദ്ദേഹം വന്നു. ആ വീട്ടുകാരൻ അദ്ദേഹം വന്നപ്പോഴാണ്, അയ്യോ അങ്ങാണോ ഈ കിടക്കുന്നതെന്ന് ചോദിച്ചിട്ട് വളരെ സന്തോഷത്തെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഭാര്യ ഇത് അറിയുന്നുണ്ട്. അദ്ദേഹം കുറച്ച് പണം കൊടുത്തു. അപ്പോഴ് ഈ പണം കൊണ്ട് അദ്ദേഹം കറുകച്ചാലിൽ തിരിച്ചു വരുന്ന സമയത്ത് ജോലിക്കാർ കാത്തിരിക്കുക, അച്ഛന്മാരും ആശാരിമാരും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവരുടെ അന്നത്തെ കൂലി കൊടുത്തത്. ഇതാണ് കറുകച്ചാലിൻ്റെ സ്കൂളിൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഒന്നും ഉണ്ടാകത്തില്ല. നിരന്തരമായ ത്യാഗം. നായന്മാരിന് തയ്യാറാണോ? നായന്മാർ ത്യാഗത്തിന് തയ്യാറാകത്തിന് തെളിവാണ് ഇന്നലെ നമ്മൾ ചങ്ങനാശ്ശേരി കണ്ടേ. എൻ്റെ സമയം ഞാൻ കൊടുക്കാൻ തയ്യാറല്ല, എൻ്റെ പണം ഞാൻ കൊടുക്കാൻ തയ്യാറല്ല, ഒന്നും ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്ന ത്യാഗം മാത്രമാണ്. എൻ്റെ അധ്യക്ഷൻ, എൻ്റെ ആരാധനായ ലോകപ്രശസ്തനായ ഡോക്ടർ, ഞങ്ങളൊരു ക്യാമ്പിൽ മാവേലിക്കര വെച്ച് വന്നൊരു ക്യാമ്പിൽ എല്ലാവർക്കും എല്ലാം പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറയുന്നത് ത്യാഗം ഉണ്ടാകണം. നമ്മളിത് യൂസ് ചെയ്യാൻ തയ്യാറാകണം, നമ്മുടെ സമയം കൊടുക്കാൻ തയ്യാറാകണം, നമ്മുടെ സമ്പത്ത് കൊടുക്കാൻ തയ്യാറാകണം, നമ്മളെ തന്നെ സമർപ്പിക്കാൻ. അങ്ങനെയുള്ളവർ നേടിയെടുത്തതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇന്ത്യ ആരാ ഭരിച്ചുകൊണ്ടിരുന്നേ? ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നേ? നമ്മളൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചുകൂടി ഒരു രാജ്യക്കാരൻ ഭരിച്ച്. അതാണ് നാണക്കേട്. NSS എന്ന് പറയുന്ന കമ്പനി പോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ രാജ്യം ഭരിച്ച് 19 കോടി ജനങ്ങളെ അന്നത്തെ കാലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര മോശക്കാരായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരിവിടെ ബിസിനസ്സിന് വന്നവര് എല്ലാത്തിനും കൂട്ടി ഭരിച്ചു വന്നു. ഇത് ഞങ്ങളുടേതാണ്. അതേ അവസ്ഥയിൽ കേരളത്തിലെ 50 ലക്ഷം നായന്മാരെ ഒരു കമ്പനി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ആ കമ്പനിയിൽ ആള് ഒന്നും കൊടുക്കത്തില്ല. കമ്പനിയുടെ നേതാക്കന്മാരെടുക്കുകയാണ്. അതാണ് NSS ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായത് നിങ്ങൾക്ക്? ഏതെങ്കിലും അട്ടിക്ക് വകയില്ലാത്ത നായന്മാർക്ക് NSS സ്കൂളിൽ ഒരു അധ്യാപികയോ അധ്യാപകനായിട്ട് ജോലി കിട്ടിയതായിട്ട് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. പക്ഷെ ഞാൻ 2-3 പേരുടെ പേര് പറയാം, നിങ്ങൾ ഞെട്ടരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കത് അറിയായിരിക്കും. നമ്മുടെ ബഹുമാനനായ പട്ടിണി പാവമായ KN ബാലഗോപാലിൻ്റെ ഭാര്യയ്ക്ക് NSS കോളേജിൽ ജോലിയുണ്ട്. ആർക്കാ? ധനകാര്യ വകുപ്പ് പാവമാണ്. എട്ടിക്ക് വകയില്ലാത്ത നായ, കാശ് കൊടുക്കാതെ ജോലി വാങ്ങിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഒരാളുണ്ട്, പാർലമെന്റിൽ പ്രസംഗിക്കും, മഹ്മൂദിന്റെ ലോകത്തിൽ പോയാൽ സൂപ്പറായിട്ട് പ്രസംഗിക്കും. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അക്ബറിനെ പറ്റിയൊക്കെ സംസാരിക്കുക. ആരാണ്? നിങ്ങളെയും ഞാനൊന്നും പറഞ്ഞത് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ പറയുന്നത്. ആരെയാ? പ്രേമചന്ദ്രൻ MP. ആരാ? എവിടെ വിളിച്ചാൽ മതി പ്രസംഗിക്കും. ഒരു ഇന്റർനാഷണൽ പാർട്ടി അപ്പോൾ കൈകാര്യം ചെയ്യും.
പെട്ടെന്ന് വിപ്ലവം കൊടുക്കും. എവിടെയെങ്കിലും വിപ്ലവം വേണമെങ്കിൽ പുള്ളിയെ വിളിച്ചോന്ന് സംസാരിക്കും. അയാളുടെ ഭാര്യയ്ക്ക് കൊണ്ട് എന്നെ